അതെങ്ങനെയാണെന്ന്. ഉടനെ പറയും, നീ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറയും. എൻ്റെ ഭാര്യയായിട്ട് നമ്മൾ കപ്പിൾസിനെ പോലെ ജീവിച്ചാൽ മാത്രമേ നിനക്ക് ഈ കല്ലിന് ഓർഡർ ചെയ്ത് നമ്മുടെ ഡ്രാഗൺ മാസ്റ്റർ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ യൂലിയാൻ എന്നാ പറയേണ്ടതില്ല, അവർ കല്യാണം കഴിക്കാനോ ആ ഒരു ചിന്തയിൽ നിൽക്കുക. അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സ് പറയും, എനിക്കറിയാം നിൻ്റെ മനസ്സിൽ നീ ലിസോനെ മാത്രം നിൻ്റെ സ്വന്തമായിട്ട് കണ്ടിട്ടുള്ളൂ, ലിസോനെ മാത്രം നിനക്ക് ഇഷ്ടമുള്ളതറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് വേറൊരു വഴി എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. നിന്നെ ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല, നീ ചിന്തിച്ച് തീരുമാനം എടുക്കാൻ പറയും. അവൾക്ക് ആ കല്ലിലോട്ട് നോക്കിയിട്ട് എന്നാ ചെയ്യണമെന്നില്ല, കല്യാണം കഴിക്കണോ എന്താണെന്ന് അവൾക്ക് തന്നെ മനസ്സിലാവുന്നൊരവസ്ഥയായിപ്പോൾ. ഇങ്ങനെ ഇരുന്നൊരു മുറിയിൽ നിന്ന് ആലോചിക്കുക എന്താ ചെയ്യേണ്ടത്. പെട്ടെന്ന് അവളുടെ മനസ്സിലോട്ട് അന്ന് നമ്മുടെ ലീസോൻ്റെ വാള് കൊണ്ടിട്ടാണ് ലീസോൻ വാളറിഞ്ഞാണ് ആ കല്ല് പൊട്ടിപ്പോയത്. അതെല്ലാം അവളിങ്ങനെ ഓർക്കുമ്പോഴത്തേനും പെട്ടെന്ന് അങ്ങോട്ടൊരു പെൺകൊച്ച് ഒരു ചുമന്ന ഡ്രസ്സൊക്കെ ആയിട്ട് വന്നിട്ട് പറയും, ഇത് പ്രിൻസ് തന്നു വിട്ടാണ് അങ്ങേക്ക് വേണ്ടി, എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നെ വിളിച്ചാൽ മതി, പ്രിൻസസ് എന്ന് പറയും. ഇത് കേട്ടുകൊണ്ട് നമ്മുടെ യൂലിയാൻ പറയും, എൻ്റെ പേര് സു യൂലിയാൻ എന്നാണ്, നിങ്ങൾ യൂലിയാൻ എന്ന് വിളിച്ചാൽ പറയും. അപ്പോഴത്തേനും ആ പെൺകൊച്ച് പറയും, അയ്യോ ഞങ്ങൾക്ക് അങ്ങനെ പറ്റത്തില്ല, അങ്ങ് പ്രിൻസസ് മൂവാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. പെട്ടെന്ന് നമ്മുടെ യൂലിയാന് വേറെ വഴിയുള്ളത് ശരിയെന്ന് പറയും. ഡ്രസ്സിലോട്ട് നോക്കുമ്പോൾ അത് കല്യാണ വസ്ത്രമാണ്, കാരണം പിറ്റേ ദിവസം ഇവരുടെ കല്യാണം, അതിനുള്ള ഡ്രസ്സാണ്. ഉടനെ അവൾക്ക് പെട്ടെന്ന് ആ ഡ്രസ്സിലോടുമ്പോൾ അവൾക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ അപ്പാപ്പൻ്റെയൊക്കെ സ്ഥലത്ത് വെച്ച് നമ്മുടെ യൂലിയാൻ്റെയും ലീസോൻ്റെയും കല്യാണം കഴിഞ്ഞില്ലേ, അത് അവളുടെ മനസ്സിലോട്ട് ഇങ്ങനെ ഓർമ്മ വരുന്നത്. കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് അവർ പോയി കട്ടിലിരുന്നതും തമ്മിൽ സംസാരിച്ചതും അവൻ പെട്ടെന്ന് അവളെ തുമ്മ കൊടുത്തതും അങ്ങനെയുള്ള പഴയ കാര്യങ്ങളെല്ലാം അവളുടെ മനസ്സിലോട്ട് ആ ഡ്രസ്സ് കാണുമ്പോൾ അവൾക്ക് ഓർമ്മ വരും. അവൾ അത് ഓർത്തിരുന്ന് കരയും ആ ഡ്രസ്സിലിങ്ങനെ പിടിച്ചുകൊണ്ട്. കാരണം ഇവനെ ഇനിയും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ലീസോനായിട്ടൊരു ബന്ധം ഉണ്ടാവത്തില്ല. കാരണം ഇവ കല്യാണം കഴിച്ചു, ഭാര്യയായ സ്ഥിതിക്ക് ലീസോനായിട്ട് ഇനി എന്നാ ബന്ധം കാണിക്കാൻ, ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയിൽ അവൾക്ക് എന്നാ ചെയ്യണമെന്നുള്ളത് അവൾ ആ ഡ്രസ്സിൽ പിടിച്ചിരുന്ന് കരയുക. പെട്ടെന്ന് നമ്മുടെ മാസ്റ്ററിൻ്റെ ഫ്രണ്ടിലോട്ട് അവൾ അങ്ങ് ചെല്ലും. ഉടനെ മാസ്റ്റർ ചോദിക്കും, നീ കരഞ്ഞോന്ന് ചോദിക്കും. ഉടനെ നമ്മുടെ യൂലിയാൻ പറയും, ഇല്ല കരഞ്ഞില്ലെന്ന് പറയും. അത് കേട്ടോണ്ട് നമ്മുടെ മാസ്റ്റർ പറയും, എനിക്കറിയാം നീ എന്നെ ചിന്തിക്കുന്നതാണ്, പക്ഷേ നമുക്കിപ്പം നമ്മുടെ മുന്നിൽ ഒറ്റ വഴിയുള്ളത് പ്രിൻസ് മോനെ കല്യാണം കഴിക്കുക. അപ്പോഴേ നമുക്ക് ആ കല്ല് കിട്ടുള്ളൂ. ആ കല്ല് കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് ഡ്രാഗൺ എംപയറെ രക്ഷിക്കാൻ പറ്റുള്ളൂ. 10 വർഷം തീരാറായി, ഇപ്പോഴെങ്കിലും നമ്മൾ അദ്ദേഹത്തെ രക്ഷിക്കണം, ഇല്ലേ അദ്ദേഹം ഇനിയുള്ള കാലം മൊത്തം അങ്ങനെ ആയിരിക്കും, നിനക്ക് ഒറ്റ വഴിയേ ഉള്ളൂ എന്ന് പറയും. അപ്പോഴത്തേനും നമ്മുടെ യൂലിയാൻ ചോദിക്കും, വേറെ ഒരു വഴിയില്ലെന്ന് ചോദിക്കും. അപ്പോഴത്തേനും നമ്മുടെ മാസ്റ്റർ പറയും, വേറെ ഒരു വഴിയില്ല, നീ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറയും. അത് കേൾക്കാൻ നമ്മുടെ യൂലിയാന് സങ്കടം വന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ യൂലിയാൻ കരയും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്ന ലിസുവാനും ലോങ്വെയറും അസിസ്റ്റൻ്റോടെ നമ്മുടെ ഷാ സിറ്റിയുടെ ഫ്രണ്ടിലെത്തി. അവിടെ പെട്ടെന്ന് അവിടെ അപ്പോൾ അവർ നിൽക്കും. ഉടനെ നമ്മുടെ രാജകുമാരൻ ചോദിക്കും ലിസുവാനോട് എന്താ കാര്യം നിൽക്കും. അത് കേട്ട് അവനൊന്നും മിണ്ടത്തില്ല. അപ്പോഴത്തേനും നമ്മുടെ അസിസ്റ്റൻ്റ് പറയും, ഞങ്ങളുടെ രാജകുമാരൻ ഇവിടെ വന്നേക്കുന്നത് എത്രയും പെട്ടെന്ന് ആ കല്ല് യൂലിയാനിൽ നിന്ന് വാങ്ങിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ട് ഡ്രാഗൺ എംപയറെ രക്ഷിക്കാനുള്ളൊരു അവസരം കളയുന്നുള്ളതാണ്. അങ്ങ് യൂലിയാന് വേണ്ടി അത് തകർക്കുമെന്ന് ചോദിക്കും. ഇതൊന്നും അവനൊന്നും മിണ്ടാതെ അവരെല്ലാവരുടെ അകത്തോട്ട് അങ്ങ് കയറിപ്പോകും. അതായത് നമ്മുടെ ഷാ സിറ്റിയിലോട്ട്. പ്രിൻസ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ റൂമിൽ നിൽക്കുക. ബാത്ത് അവിടെ നിന്ന് ബെഡ് വിരിക്കുക, അങ്ങനത്തെ പരിപാടി. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് പെട്ടെന്ന് ആ ഡ്രസ്സ് കൊണ്ട് കൊടുത്ത ആ പെൺകുട്ടി ഇവിടെ അടുത്തെന്ന് പറയും, പ്രിൻസസ് മോ പറഞ്ഞു അങ്ങേ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് പറയും. ഉടനെ നമ്മുടെ പ്രിൻസ് ചോദിക്കും, നീ കറക്റ്റായിട്ട് കേട്ടായിരുന്നോ എന്ന് ചോദിക്കും. അപ്പം പറയും, അതെ പ്രിൻസസ് മോ തന്നെയാണ് പറഞ്ഞത് അങ്ങേ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് പറയും. ഇതേക്ക് തന്നെ നമ്മുടെ പ്രിൻസ് മോന് ഭയങ്കര സന്തോഷമാവും. നമ്മുടെ പ്രിൻസ് ഭയങ്കര ഒരു സ്വപ്നലോകത്തെ, കാരണം താൻ ആഗ്രഹിച്ച പെൺകുട്ടി തന്നെ കല്യാണം കഴിക്കാൻ പോകുന്നൊരു ഭയങ്കര സന്തോഷത്തിലാണ്. ഒരു ചായക്കപ്പ് ഒരു കാൽക്കപ്പൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയുണ്ട്. നമ്മുടെ ഭാഗത്ത് വന്നിട്ട് അതിനകത്ത് ചായ ഇല്ലെന്ന് പറയും. എന്നിട്ട് പുള്ളി ഇറങ്ങുമ്പോഴത്തേക്കും തിരിച്ചു വന്നിരിക്കും, ഞാനിനിയും ഈ മിസ് യൂലിയാനെ പ്രിൻസസ് മൂന്ന് വിളിക്കട്ടെ പറയും. ഉടനെ നമ്മുടെ പ്രിൻസ് പറയും, ആഹാ നീ കൊള്ളാലോ, എന്തിനാ ഇത്ര താമസിക്കും, ചെന്ന് വിളിക്കാൻ പറയും. നമ്മുടെ പ്രിൻസ് ഭയങ്കര ഒരു ത്രില്ല് സന്തോഷം മൂടില്ല. അത് കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്ന നമ്മുടെ യൂഷ്വാനാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുക, അതിലുള്ള കുത്തുന്ന ക്ലിപ്പൊക്കെ ഇട്ട് ഞാൻ എങ്ങനെ അവനെ രക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് പുറത്ത് അവർ പല കാര്യങ്ങളെപ്പറ്റി പറയുക. അവരുടെ ഇവൻ പറയും, ഇതെല്ലാം ആ സ്പിരിറ്റിൻ്റെ പണിയായിരിക്കുന്നത്. അവൾ പുറത്തോട്ട് ഇറങ്ങി പോകാൻ വേണ്ടി കഥ തുറക്കുമ്പോഴത്തേനും പെട്ടെന്നുള്ള പടയാളെല്ലാം കൊന്താക്കി എടുത്തിട്ട് പറയും, അങ്ങേക്ക് പുറത്തു പോകാൻ പറ്റത്തില്ല, ഞങ്ങൾ ലോർഡ് ഷൗഫീമിങ്ങിൻ്റെ ഓർഡറാണ്, ഞങ്ങൾക്ക് പുറത്തു വിടാൻ പറ്റത്തില്ല പറയും. ഉടനെ അവളിങ്ങനെ കാണിക്കുമ്പോഴത്തേനും പിന്നെ കാണിക്കുന്നത് ഇവരോട് നമ്മുടെ രാജാവിൻ്റെ മുറിയുടെ ഫ്രണ്ടോട്ട് പോകാം, നമ്മുടെ ഷൗഫീമിങ്ങും ക്രൗൺ പ്രിൻസും. എന്നിട്ട് അവളോട് പടയാളോട് പറയും, അവളെ നല്ല രീതിയിൽ നോക്കണം, പുറത്ത് വിടാൻ സമ്മതിക്കരുത് അവളെ, പിന്നെ അവളെ ആരും ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഞാൻ അവരെ വെറുതെ വിടും, ചിന്തിക്കണമെന്ന് പറയും. എന്നാൽ നമ്മുടെ ക്രൗൺ പ്രിൻസ് പറയും, അങ്ങ് അകത്തോട്ട് പൊക്കോളാൻ പറയും. നമ്മുടെ ക്രൗൺ പ്രിൻസ് ആണെങ്കിൽ പാതി പേടിച്ച് പാതി എന്നാ ചെയ്യുന്നൊരവസ്ഥയിൽ അകത്തോട്ട് കയറി ചെല്ലും. എന്നിട്ട് നമ്മുടെ രാജാവിൻ്റെ ഫ്രണ്ട് ചെയ്തിട്ട് പറയും, അച്ഛാ എന്ന് വിളിക്കും. പക്ഷെ നമ്മുടെ ക്രൗൺ പ്രിൻസ് പറയും, അച്ഛാ അങ്ങേക്ക് ഇപ്പോൾ ഒരുപാട് പ്രായമായില്ലേ, ഞാൻ വളർന്നില്ലേ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഷെയർ ചെയ്യുക, അതുകൊണ്ട് എന്നെ അങ്ങ് രാജാവാക്കിക്കോളാൻ പറയും. ഇത് കേട്ടുകൊണ്ട് നമ്മുടെ രാജാവ് എണീറ്റ് ദേഷ്യപ്പെടും, നിനക്ക് എത്ര ധൈര്യമുണ്ട് എൻ്റെ മുന്നിൽ ചോദിക്കാൻ, എന്നെ കൊണ്ട് അങ്ങനെയൊക്കെ നീ ചിന്തിക്കാറായോ എന്ന് ചോദിക്കും.
ഉടനെ നമ്മുടെ കോൺഫിഡൻസ് പറയും അങ്ങേക്ക് ഒരുപാട് കാലം മടുത്തില്ലേ, അങ്ങൊരു ഇത് ഓർഡർ അങ്ങ് എഴുതിക്കുന്നുണ്ട്. അവരുടെ ഡെസ്കേ പോയിട്ട് ഒരു ഇങ്ങനെ അവരെഴുതുന്ന മഷി വെച്ചുള്ളത് എടുത്തോണ്ട് വരും. ഉടനെ നമ്മുടെ രാജാവ് പറയും നീ സ്വപ്നത്തിൽ മാത്രമേ അത് കാണത്തുള്ളൂ, ഞാനൊന്നും എഴുതരുത്തരെന്ന് പറയും. എന്നിട്ടാണ് അവിടെ നിന്ന് അവർ രണ്ടുപേരും നമ്മുടെ രാജാവിനെ ഭീഷണിപ്പെടുത്തും. അവിടെ താഴെ നമ്മുടെ ഷോഫിയും പറയും അങ്ങ് പേടിക്കണ്ട, ഇപ്പോൾ രാജാവ് അങ്ങ് മരിച്ചു കഴിഞ്ഞാലും അങ്ങാണ് അടുത്ത രാജാവ്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയും. ഉടനെ നമ്മുടെ ക്രൗൺ പ്രിൻസ് ഒരുമാതിരി അഭിനയിച്ച് പറയും നീ എന്തായി പറയുന്നത്, എൻ്റെ അച്ഛൻ മരിക്കാനോ എന്നൊക്കെ പറയും. ഉടനെ അവൻ്റെ ശക്തി കൊണ്ട് പറയും നിങ്ങൾക്ക് മരിക്കണോ അതോ ഇപ്പോൾ എഴുതുന്നോ ചോദിക്കും. നമ്മുടെ രാജാവാണെങ്കിൽ പേടിച്ചിട്ട് എന്നാ ചെയ്യേണ്ട തരത്തിൽ അവസ്ഥ നിൽക്കുക. അവസാനം അവർ കൊല്ലൂ എന്നുള്ളൊരു അവസ്ഥയെ പേടിച്ചിട്ട് പുള്ളി പറയും ഞാൻ എഴുതിത്തരാമെന്ന് പറയും. അവസാനം നമ്മുടെ രാജാവ് എഴുതി കൊടുത്തു നമ്മുടെ ക്രൗൺ പ്രിൻസ് അടുത്ത രാജാവെന്ന്. ഉടനെ പുള്ളിയാണെങ്കിൽ അതും ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതിന് നമ്മുടെ ഷോഫിങ് അങ്ങോട്ട് വന്നിട്ട് അദ്ദേഹത്തിന് ശക്തി ഉപയോഗിച്ചിട്ട് പറയും ഇനിയിപ്പം ഇതുകൊണ്ട് ഇദ്ദേഹത്തെ കൊണ്ട് ഒരു ഉപകാരമില്ലെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ശക്തി ഉപയോഗിച്ച് നമ്മുടെ ക്രൗൺ പ്രിൻസിന് തോടിനെ അങ്ങോട്ട് കഴുത്തിലെങ്കിൽ ഞെരിക്കുന്നതിലാക്കും. എന്നിട്ട് അവൻ ശക്തി ഉപയോഗിച്ച് രാജാവിനെ കൊല്ലാൻ നോക്കുക. അവിടെ നമ്മുടെ ക്രൗൺ പ്രിൻസ് പറയും അങ്ങ് പറഞ്ഞല്ലേ നീ ഷോഫിങ്, നീ പറഞ്ഞല്ലേ എൻ്റെ അച്ഛനെ നീ ഉപദ്രവിക്കരുത്, നീ തന്നെ കാണിക്കുന്നത് പറയും. അപ്പോൾ മരിച്ചാലും ഇപ്പം മരിച്ചാലും നീ തന്നെ രാജകുമാരൻ, ഞാൻ നിന്നെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് നീ രാജാവിനെ കൊല്ലാൻ ഇങ്ങനെ ശക്തി ഇങ്ങനെ ഉയർത്തുമ്പോഴത്തേനും പെട്ടെന്ന് അവൻ്റെ അരയിൽ എന്തോ വന്ന് ഇങ്ങനെ കുരുങ്ങും. നോക്കുമ്പോഴത്തേനും വേറെ ആരുടെ നമ്മുടെ യൂഷ്വൻ അവളുടെ ശക്തിയുള്ള സാധനം വെച്ച് അവനെ എടുത്ത് വലിച്ച് പുറത്തോട്ടങ്ങ് ഇടും. എന്നിട്ട് അവൻ ഇങ്ങനെ പോയി നോക്കുക അവൻ വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഷോഫിമി അവൻ്റെ ശക്തി കൊണ്ട് നമ്മുടെ യൂഷാനെ പുറത്തോട്ട് വിളിച്ചിട്ട് അവളുടെ കഴുത്തിങ്ങനെ ഞെരിച്ച് പിടിക്കുക. അവളാണെങ്കിൽ കൈ അടിച്ചിട്ട് പറയാം ഷോഫിമി നീ ഉണലെന്ന് പറയും. പക്ഷെ അവൻ്റെ മുഖത്ത് ഒരു മാറ്റമില്ല, അവനങ്ങനെ ഞെക്കി പിടിച്ചേക്കുക. ഉടനെ നമ്മുടെ യൂഷാൻ പറയുമ്പോൾ ഞാൻ നിൻ്റെ യൂഷ്വാനാ, നീ ഒന്ന് കണ്ണി ഒന്ന് ഉണര്, ഞാൻ യൂഷ്വാനെന്ന് പറയും. പക്ഷെ നമ്മുടെ ഷോഫിമി ഒരു മാറ്റമില്ല. പെട്ടെന്ന് നമ്മുടെ ഷോഫിങ്ങിന് മനസ്സിലായിട്ട് നമ്മുടെ യൂഷ്വാൻ്റെ ഫസ്റ്റ് എൻട്രി ഒക്കെ ഉണ്ടല്ലോ അതും പിന്നെ അവളുടെ കൂടെ അവൻ ചിലവഴിച്ച സമയങ്ങളും അങ്ങനെ ഫ്ലാഷ് ബാക്ക് പോലെ അവൻ്റെ തലയിലോട്ട് ഇങ്ങനെ വന്നിരിക്കുക. അവനിങ്ങനെ ഓർമ്മകൾ വന്നിരിക്കുക. അവനെ കൊണ്ട് പറ്റുന്നില്ല, അതൊക്കെ അവനെന്താ വേദന പോലെ അവൻ തലയും കൊണ്ട് ഇങ്ങനെ തിരിക്കുന്നുണ്ട്. പഴയ കാര്യങ്ങളെല്ലാം അവനിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ യൂഷാൻ പറയും ഷോഫി നീ ഉണരെന്ന് പറയും. ഉടനെ അവനിങ്ങനെ പെട്ടെന്ന് അവൻ്റെ ശക്തി കൊണ്ട് അവളെ അടിച്ച് തെറിപ്പിച്ചും കൂടെ. അവൻ്റെ ശക്തി എന്ന് ഭയങ്കര ശക്തിയല്ലേ, ഇവളെ കൊണ്ട് താങ്ങാൻ പറ്റില്ലല്ലോ. ഇവള് തെറിച്ചങ്ങ് പോകണം. ഇവന് വേണ്ടി കഷ്ടപ്പെട്ട് രാത്രി മൊത്തം കുത്തി ഒരു പേഴ്സ് പോലെ സാധനം തയ്ച്ചില്ലേ, അതിങ്ങനെ താഴോട്ട് വീഴും. അത് വീഴുമ്പോഴത്തേനും അവളെന്തോ ഒരു വിളക്കൊക്കെ തട്ടി തെറിപ്പിച്ച് അവിടെ ഒരു വരാന്തയിൽ പോയി വീഴും. പിന്നെ ചോര ഛർദ്ദിച്ച് അവളവിടെ അങ്ങ് ബോധം പോകും. ഉടനെ പെട്ടെന്ന് അവൻ ആ പേഴ്സിലോട്ട് നോക്കും. ആ പേഴ്സിൽ തന്നെ അവൾ തുന്നി തയ്ച്ച് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലവേഴ്സ് ബ്രിഡ്ജില്ലേ അതിൻ്റെ ആ പടമായിരുന്നു. പെട്ടെന്ന് അവൻ്റെ മനസ്സിലോട്ട് അവർ രണ്ടും ആ പാലത്തിൽ കൂടെ പോയതും ഇവിടെ വീഴാൻ പോയപ്പോൾ അവൻ പിടിച്ചതും അതുപോലെ ഇവരൊരുമിച്ച് പൂത്തിരി കത്തിച്ചതും ഇവരൊരുമിച്ച് നടന്നു അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ ഇവർ തലയിലോട്ട് വന്നിട്ട് ഷോഫിങ് ഇങ്ങനെ പുറത്തോട്ട് വരുന്നതിനാണ്. കാരണം ആ ഓർമ്മയെല്ലാം ഷോഫിമിലല്ലേ. അവസാനം ഷോഫിങ് പുറത്തോട്ട് വരും. ഉടനെ ഷോഫിം ഇങ്ങനെ കൈയൊക്കെ നോക്കിയിട്ട് തിരിഞ്ഞ് യൂഷ്വാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ അവൾ അവിടെ വരാതെ ഇങ്ങനെ ബോധം കെട്ട് കിടക്കുന്നു. അവനോടിപ്പെട്ട് യൂഷ്വാൻ വിളിച്ചിട്ട് അവളെ എഴുന്നേപ്പിച്ച് പിടിക്കും. അവൾക്ക് പതിയെ ബോധം വരും. ഉടനെ കണ്ണ് തന്നാൾ വയ്ക്കും, നീ തിരിച്ചു വന്നെന്ന് വയ്ക്കും. ഉടനെ നമ്മുടെ യൂഷ്വാനോട് പറയും എന്നോട് ക്ഷമിക്കും യൂഷ്വാൻ, എന്നോട് ക്ഷമിക്കാൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ യൂഷ്വാൻ പറയും ഇത് നിൻ്റെ തെറ്റൊന്നുമല്ല, എനിക്കറിയാം ഇത് മറ്റേ ഡെമോൺ സ്പിരിറ്റ് ചെയ്തതാണ്, അതുകൊണ്ട് നിൻ്റെ തെറ്റില്ലെന്ന് പറയും. ഉടനെ നമ്മുടെ യൂഷ്വാൻ പറയും എന്നോട് ക്ഷമിക്കും യൂഷ്വാൻ എന്ന് പറയുമ്പോഴത്തേനും യൂഷ്വാൻ പറയും ഇനി എനിക്ക് നിന്നോട് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറയും. അതുകൊണ്ട് നമ്മുടെ ഷോഫിൻ പറയും നീ അങ്ങനെ പറയരുത്, എനിക്കിനിയും നീ പറയുന്ന വഴക്ക് പറയുന്നത് കേൾക്കണം, എനിക്ക് നീ ചിരിക്കുന്ന മുഖം കാണണം, നീ തന്നെ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ സൂപ്പ് എനിക്ക് കുടിക്കണം, എനിക്ക് നിൻ്റെ കൂടെ മാത്രം ജീവിക്കണം, നമുക്ക് എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കാണാൻ പോകുമെന്നൊക്കെ പറയും. നമ്മുടെ യൂഷാൻ പറയും ഞാൻ ഇതുവരെയായിട്ട് നീ എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് കേട്ടിട്ടില്ലെന്ന് പറയും. ഉടനെ നമ്മുടെ ഷോഫിൻ പറയും എനിക്ക് നിന്നെ ഇഷ്ടം, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയും. എന്നിട്ട് അവൻ്റെ കവളത്തിലൊടങ്ങി പിടിക്കാൻ പോകുന്നതിനും പെട്ടെന്ന് അവൾ ബോധം കെട്ടുപോയതാണോ മരിച്ചു പോയതാണോ എന്ന് എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ പ്രിൻസ് മൂൻ്റെ നമ്മുടെ യൂലിയാൻ്റെ കല്യാണമല്ലേ. അപ്പോൾ അവിടെ എല്ലാവരും ഭയങ്കര ആഘോഷങ്ങൾ, പൂക്കളൊക്കെ വാരി വിതറി ഇടുന്നവനങ്ങനെ ഭയങ്കര ആഘോഷത്തിലാണ്. പിന്നെ അവിടെ എല്ലാവരും ഇങ്ങനെ ആഘോഷിക്കാറുണ്ട്. അവിടെ തന്നെ നമ്മുടെ ലിസുവാനും അസിസ്റ്റൻറ്റും രാജകുമാരിയും ഉണ്ടല്ലോ. അപ്പോൾ അവരിങ്ങനെ ചോദിക്കും ഇതെന്നാ ഈ നാടൊക്കെ ഇങ്ങനെ പൂക്കളിട്ട് ആഘോഷിക്കുന്നത്. ഉടനെ കടലുള്ള പുള്ളി പറയും ഞങ്ങളുടെ വേറൊന്നുമല്ല ഞങ്ങളുടെ രാജകുമാരൻ്റെ കല്യാണം എന്ന് പറയും. ഉടനെ വിളിക്കും രാജകുമാരൻ്റെ കല്യാണമെന്ന്, അതായത് പ്രിൻസ് മൂൻ്റെ കല്യാണമെന്ന്. അദ്ദേഹം തിരിച്ച് നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേനും ഒരു സുന്ദരീനെയും കൊണ്ടാണ് വന്നത്. അത് അവർ തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലായതുകൊണ്ട് അവർ കല്യാണം കഴിക്കാൻ പോവുകയാണ്. ആദ്യം രാജാവ് റാണി സമ്മതിച്ചില്ല, പക്ഷെ അവരുടെ ഇഷ്ടം കാരണം അവസാനം അവർ കല്യാണത്തിന് സമ്മതിച്ചു. അതുകൊണ്ട് കല്യാണം നടക്കാൻ പോകുമെന്ന് പറയും. ഉടനെ നമ്മുടെ ലീസുവാനെ മനസ്സിലായത് വേറെ ആരുമല്ല നമ്മുടെ യൂലിയാനാണ്. അതുകൊണ്ട് നമ്മുടെ രാജകുമാരൻ ചോദിക്കും അവർ കൂട്ടിക്കൊണ്ട് വന്ന ആ സുന്ദരിയുടെ പേരെന്നാന്ന് ചോദിക്കും. ഉടനെ ആ പുള്ളി ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഏതോ മാലാഖയാന്ന് പറയും. ഇതോടെ നമ്മുടെ ലീസുവാൻ അവൻ്റെ കയ്യിൽ നിന്ന് ആ ഗ്ലാസ് കൈവച്ച് ഞെരിച്ചങ്ങ് പൊട്ടിക്കും.
അവിടെ ലീസൻ ഒന്നും പറയാതെ ഇറങ്ങി അങ്ങ് പോകും. പക്ഷെ രാജകുമാരൻ പുറകെ ചെല്ലുന്നതിന് ശേഷം സമ്മതിക്കത്തില്ല. നമ്മൾ ലീസൻ അങ്ങ് പോകും. ലീസൻ ആ സിറ്റി കൂടി ഇങ്ങനെ നടക്കും. അവരെല്ലാം ഭയങ്കര ആഘോഷമല്ലേ, പൂവിടുന്നു, അവർ ഭയങ്കര ഹാപ്പി. അവർ രാജകുമാരൻ്റെ കല്യാണത്തെ അവർ സന്തോഷമായിട്ടിരിക്കണ്ടേ. പക്ഷെ ലീസ മാത്രം അതിൻ്റെ ഇടയ്ക്കൂടെ സങ്കടത്തോടെ ഇങ്ങനെ നടന്നു പോവുക. ലീസൻ അങ്ങ് നടന്നു പോകുമ്പോൾ ഒരാളെ വന്ന് തട്ടും. ഉടനെ ഇയാൾ ദേഷ്യം കൊണ്ട് പിന്നെ അവനൊന്നും തട്ടും. ഉടനെ അവൻ വന്നിട്ട് ഇവനെ അടിച്ച് തറയിലിട്ട് കുറേ ചവിട്ടുന്നതിന് പെട്ടെന്ന് നമ്മുടെ രാജകുമാരൻ അങ്ങോട്ട് വരും. രാജകുമാരനെ കൊണ്ട് അവൻ അങ്ങ് ഓടിപ്പോവും. എന്നിട്ട് ലീസനൊന്ന് തിരിച്ചും തല്ലുമോ ഒന്ന് അനങ്ങുകയോ ചെയ്യാതെ ഇങ്ങനെ തറയിൽ ഇങ്ങനെ കിടക്കുക.